നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അധ്യക്ഷന് അതൃപ്തി. VSന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവിയിൽ വീണ്ടും അവ്യക്തത. ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാത്തതെന്തെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം പറയേണ്ടത് നിയമിച്ചവരെന്ന് VS അച്യുതാനന്ദൻ. പ്രസ്താവന ആഗസ്റ്റ് 18-ന് VS ഭരണപരിഷ്കരണ അധ്യക്ഷനായി ചുമതലയേറ്റെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ അതേസമയം അതൃപ്തിക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലെ തടസ്സവും ഔദ്യോഗിക വസതി നൽകുന്നതിലെ കാലതാമസവും എന്ന സൂചന. മാണിക്ക് നിഴലായി വിജിലൻസ്. KM മാണിക്കെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം. കേരള കോൺഗ്രസ് സുവർണ ജൂബിലിക്ക് സമൂഹ വിവാഹം സംഘടിപ്പിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ്. 2015 നടത്തിയ 150 വിവാഹങ്ങളിൽ 4 കോടിയുടെ അഴിമതി നടത്തിയെന്ന് ആരോപണം. വിവാഹിതരായ ദമ്പതികൾക്ക് 5 പവനും 1.5 ലക്ഷം രൂപയുമാണ് പാർട്ടി നൽകിയത്. അതേസമയം ബാർകോഴ കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒക്ടോബർ 22-നകം ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി. ബാറുടമകളെ പ്രതി ചേർക്കണമെന്ന ഹർജി തള്ളി. നടപടി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അഴിമതിക്ക് വിലങ്ങിടാൻ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ നിലപാട് കടുപ്പിച്ച വിജിലൻസ്. ബാബുവിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ നിക്ഷേപക വിവരങ്ങൾ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന് ജേക്കബ് തോമസിന്റെ കത്ത്. നടപടി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ. അതിനിടെ മുൻ മന്ത്രി കെ ബാബുവിന്റെ PA നന്ദകുമാറിനെ വിളിച്ചു വരുത്തി വിജിലൻസ് ചോദ്യം ചെയ്യൽ. UDF സർക്കാരിന്റെ കാലത്ത് നന്ദകുമാർ തുടങ്ങിയ പണമിടപാട് സ്ഥാപനത്തിൽ ബാബുവിന് നിക്ഷേപമുണ്ടെന്ന സൂചനയെ തുടർന്നാണ് നടപടി. വാതിൽ തുറന്നിട്ട് കേന്ദ്രം. കാശ്മീർ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വിഘടനവാദികളുമായി ചർച്ച വേണമെന്ന CPM നിലപാടിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച നേതാക്കളോട് മുഖം തിരിച്ചത് മര്യാദകേടെന്നും വിമർശനം. സംഘർഷ മേഖലയിൽ പെല്ലറ്റ് തോക്കുകൾക്ക് പകരം മുളകുപൊടി നിറച്ച പവർ ഷെല്ലുകൾ ഉപയോഗിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ നോഡൽ ഓഫീസറെ നിയമിച്ചു. കാശ്മീർ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതായും രാജ്നാഥ് സിംഗ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.